ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരുകയാണ്. ഹാഷ്മി പലപ്പോഴും പറയാറുണ്ട്, നമ്മളെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കൂവെന്ന്. അപ്പോൾ ഒരിക്കലും ഒരു സ്വാർത്ഥതയില്ലാത്ത അദ്ദേഹത്തെയും സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു അച്ചടക്കവും ചിട്ടയും ഒക്കെ കാണിക്കുന്നത്. താൻ ആരോഗ്യവാനായിരുന്നെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് വേണ്ടി തനിക്ക് ശബ്ദമുയർത്താനാകൂ എന്ന ആ ഒരു ചിന്തയിൽ അദ്ദേഹം കടുത്ത ചിട്ടയോടുകൂടി, അത് എനിക്ക് തോന്നുന്നു തീരെ അവശനായി കിടക്കുന്നത് വരെ അതിരാവിലെ എഴുന്നേൽക്കുക, വ്യായാമം ചെയ്യുക, അതുപോലെ തന്നെ കൃത്യമായ പരിചരണങ്ങളോടുകൂടെ യോഗയടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് തൻ്റെ ശരീരത്തെ അത് അനാവശ്യമായ കാര്യങ്ങൾ, അതായത് ഒരു തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ചില തരത്തിലുള്ള പുകവലിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് നിർത്തിയ കാലമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ സ്വന്തം ആരോഗ്യം ജനങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ച ഒരു നേതാവ്, പുതുതലമുറയ്ക്കും ഈ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ കൂടി നിൽക്കുമ്പോൾ അദ്ദേഹം നൽകിയിരുന്ന ഒരു സന്ദേശം ഇപ്പോൾ നിരവധി യുവാക്കളെയും സ്ത്രീകളെയും ഒക്കെ നമുക്ക് ഈ ഒരു ആൾക്കൂട്ടത്തിനിടയിൽ കാണാമല്ലോ ഹാഷ്മി. ഇനിയും വൈകും ഈ വിലാപയാത്രയെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? ഉറപ്പായും കൃഷ്ണ, ഇന്നലെ രാത്രി 2 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ വിലാപയാത്ര ആലപ്പുഴയിലേക്ക്, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ ആലപ്പുഴയിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ അതൊന്നും സംഭവിക്കുന്നില്ല. 2 മണി കഴിഞ്ഞതായപ്പോൾ 7 മണിയാകും. ഇനിയും കിലോമീറ്ററുകൾ താണ്ടി വേണം ഇങ്ങോട്ടേക്ക് എത്താൻ. ഓരോ സ്ഥലങ്ങളിലും ആയിരങ്ങളുടെ അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. അക്ഷരാർത്ഥത്തിൽ തന്നെ പറയണം, ആയിരങ്ങളുടെ അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിയാണ് ജനങ്ങളുടെ നായകൻ ജന്മനാട്ടിലേക്കുള്ള അദ്ദേഹത്തിന്റെ അവസാന യാത്ര തുടരുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 തുടങ്ങിയ ദർബാർ ഹാളിൽ നിന്ന് VS-ന്റെ ഭൗതിക ശരീരവുമായുള്ള ആ വിലാപയാത്ര തിരുവനന്തപുരം ജില്ല വെല്ലിട്ട് കൊല്ലം ജില്ലയിലൂടെ അതങ്ങനെ നീങ്ങുകയാണ്. ഇനിയും കൊല്ലം ജില്ലയിൽ തന്നെ കൂടുതൽ സ്ഥലങ്ങൾക്ക് കടന്നു വേണം ആലപ്പുഴയിലേക്ക് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്തേക്ക് എത്തിച്ചേരാൻ. അപ്പൊ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അതിനിയും വൈകും എന്നുള്ള കാര്യം എന്തായാലും ഉറപ്പാണ്. നമ്മൾ കാണുന്നത് ദർബാർ ഹാൾ മുതൽ VS എന്ന് പറയുന്ന അതുല്യമായ, അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു സമര സനാതത്വത്തിനെ എത്രത്തോളം ഈ നാടിന് നഷ്ടമാവുന്നു, മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അവസാന വട്ടം VS-നെ ഒരു നോക്ക് കാണാൻ പെരുമഴ ഒരു ശതകത്തിൻ്റെ പോരാട്ടവീര്യം, വിരാമമില്ലാത്ത സമരങ്ങളുടെ നേതാവ്, കൗമാരത്തിൽ തുടങ്ങിയ പോരാട്ടം, സാമൂഹിക മാറ്റത്തിനു വേണ്ടി അക്ഷീണം പ്രയത്നിച്ച പോരാളി, ഓരോ ശ്വാസത്തിലും സമരവീര്യം ഉൾക്കൊണ്ട, ഓരോ സമരങ്ങളിലും നീതികേട് എവിടെയുണ്ടോ ആ നീതികേടിനെ ചോദ്യം ചെയ്യുന്ന ശബ്ദമായി ആരോടൊപ്പവും ചേർന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി അവസാന നിമിഷം വരെ പോരാടിയ ആ നേതാവിന് അന്തിമോപചാരം നൽകുകയാണ് കേരളം.